പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവൻ. ദൈവനാമം ഉണ്ടാകട്ടെ. ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള ആരാധനയിലേക്ക് എല്ലാ ദൈവവിശ്വാസികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. നിത്യമായ സമാധാനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന സൃഷ്ടി നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. അടിയങ്ങളുടെ ഈ കാലഘട്ടം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലും അങ്ങയിലൂടെ അടിയങ്ങൾക്ക് ലഭ്യമാകുന്ന രക്ഷയും അങ്ങയിലൂടെ അടിയങ്ങൾക്ക് ലഭ്യമാകുന്ന സന്തോഷത്തിലേക്കും അടിയങ്ങൾ എല്ലായ്പ്പോഴും ആയിത്തീരുവാനായിട്ട് അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് യാചിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ ഓരോ നിമിഷങ്ങളിലും അടിയങ്ങളുടെ ആത്മജീവിതത്തെ പരിശോധന ചെയ്യുവാൻ, ആത്മീക മനുഷ്യനെ ബലപ്പെടുത്തുവാൻ, അങ്ങനെ ഭൗതികതയിൽ ക്രിസ്തുവിന്റെ ദർശനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് അങ്ങ് ഇടയാക്കണമെന്ന് യാചിക്കുന്നു. അതിനായി ഈ ആരാധനയുടെ ആദിയോട് അന്തം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. സകലം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി 62ാമത്തെ ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനി 5-ാം ഭാഗം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വരുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു.
ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ മേൽ കരുണയും ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ മേൽ കരുണയും ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ മേൽ കരുണയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ അങ്ങേക്ക് സ്തുതി. ശ്രേഷ്ഠാവേ അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മഷിഹാരാജാവേ അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് കണ്ണുകൾ അടച്ച് മൗനമായി ദൈവിക സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞൊരു ആഴ്ചവട്ടക്കാലം മുഴുവനും ദൈവിക സാന്നിധ്യം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തി, നമ്മെ ബലപ്പെടുത്തി. ഒരുപക്ഷെ നമ്മുടെ ക്ഷീണ പ്രയാസങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ COVID-19 പ്രശ്നങ്ങൾ ആഗോളതലത്തിലും നമ്മുടെ രാജ്യത്തും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതായ പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ ജീവിതം കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഉടഞ്ഞു പോയാലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മോടുള്ളത്. നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആ സ്വർഗീയ കൃപാസന സന്നിധിയിലെ ആ ദൈവിക കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധമായ കുറവുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള അനുതാപ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരാം. എന്തൊരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗ തന്നിൽ വീണു. എന്തൊരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമന പൈതലായി തീർക്കേണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമന പൈതലായി തീർക്കേണമേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷക എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ദൈവിക സന്നിധിയിൽ അനുതാപ പ്രാർത്ഥനയ്ക്കായി 11-ാം പുറത്തിൽ കാണുന്ന സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ന്യായം ഗ്രഹിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുചീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ.
അങ്ങയുടെ അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും വരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകർന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച പാപങ്ങളെയും ലംഘനങ്ങളെയും ക്രിസ്തേശു മുഖാന്തരം നമ്മെ ശുദ്ധീകരിച്ചു എന്നുള്ള വിശ്വാസത്തോടുകൂടെയും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന എല്ലാവിധ നന്മകളെ ഓർമ്മിച്ച് നമുക്ക് ദൈവിക സന്നിധിയിൽ സ്തോത്രം കരയറ്റാം. സ്തോത്രം കരയറ്റുന്നതിനായി 14-ാം ഭാഗത്തിൽ കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായിരിക്കേണ്ടതിനും അങ്ങനെ അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. Today's gospel for reading is taken from the gospel according to St. Luke chapter 24 verses 36 to 49. St. Luke chapter 24 verses 36 to 49. While they were talking about this, Jesus himself stood among them and said to them, "Peace be with you." They were startled and terrified and thought that they were seeing a ghost. He said to them, "Why are you frightened? And why do doubts arise in your hearts? Look at my hands and my feet. See that it is I myself. Touch me and see, for a ghost does not have flesh and bones, as you see that I have." And when he said this, he showed them his hands and his feet. While in their joy they were disbelieving and still wondering, he said to them, "Have you anything here to eat?" They gave him a piece of broiled fish, and he took it and ate it in their presence. Then he said to them, "These are my words that I spoke to you while I was still with you, that everything written about me in the law of Moses and prophets and the Psalms must be fulfilled." Then he opened their minds to understand the scriptures, and he said to them, "Thus it is written that the Messiah is to suffer and to rise from the dead on the third day, and that repentance and forgiveness of sins is to be proclaimed in his name to all nations, beginning from Jerusalem. You are witnesses of these things, and see, I am sending upon you what my Father promised. So stay here in the city until you have been clothed with power from on high." Here ends the gospel of reading. Thanks be to O Christ. പ്രാർത്ഥിക്കാം. നേർന്ന ഹൃദയങ്ങളിൽ സാന്ത്വനമായി കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന സ്വർഗസ്നായ പിതാവേ, ശാന്തവും മനോഹരമായിരിക്കുന്ന വിശുദ്ധ പ്രഭാത സമയത്ത് ഞങ്ങളുടെ ഭവനങ്ങളായിരുന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്ന പിതാവേ,
പ്രത്യുത ഈ ലോകത്താകമാനം വ്യാപിച്ചിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ നീ നശിപ്പിക്കണമേ. രോഗബാധിതരെ പൂർണ്ണമായ സൗഖ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ ദക്ഷിണയുള്ള മഹായിടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അഭിമന്യ വിശുദ്ധരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന നല്ല നേർത്ത പാഠവത്തിനായി നിങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്ന പിതാവേ. ഞങ്ങളുടെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ. നേർത്ത കൊടുക്കുന്ന റവറൻഡ് ഷിബു അച്ഛൻ, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച് സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ദൈവിക ശുശ്രൂഷകളിലും അങ്ങനെ കൃപയും ശാന്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. സഭയിലെ കൊച്ചുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ ബാലാരിഷ്ടങ്ങളെ വിളിച്ച് കാത്തുകൊള്ളണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ശിശുക്കളെ അടുക്കൽ വരുവാൻ ഒടുവിൽ അവരെ തടുക്കരുതെന്ന് പറഞ്ഞ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു പിതാവേ. അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ നാഥ. സഭയിൽ കർത്താവെ വിദ്യാഭ്യാസ മക്കൾ അവർക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ശക്തിയും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പരീക്ഷ എഴുതുവാനും നല്ല വിജയം കരസ്ഥമാക്കുവാനും എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. യുവതികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. ഈ ലോകമോഹൻ അടിമപ്പെട്ടു പോകാതെ അങ്ങിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അങ്ങേ അനുസരിക്കുന്ന, അങ്ങേ അനുഗമിക്കുന്ന ഒരു കൂട്ടം മാട്ടുകുഞ്ഞുങ്ങളായി അങ്ങയെ പിൻപറ്റി ജീവിക്കുവാൻ പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. പിതാവേ, അതുപോലെ തന്നെ നാഥ, കുടുംബജീവങ്ങൾക്ക് പ്രവേശിച്ചിരിക്കുന്നവർ, കുടുംബജീവങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യഭാരങ്ങളിലും അവരുടെ ആഗ്രഹങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറച്ച് അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് മാതൃകാപരമായ ക്രിസ്തീയ കുടുംബജീവൻ നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പലവിധമായ ഉപജീവനമാർഗങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ എല്ലാ ഉപജീവന മേഖലകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഉപജീവനമാർഗങ്ങളിലൂടെ ആദായം കണ്ടെത്തുവാനും സഭയ്ക്കായി ചെലവിടുവാനും പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കുന്ന പിതാവേ, അവരെങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ ശാരീരിക ബലവും നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയ്ക്ക് നെടുന്തോറും പ്രവർത്തിക്കുവാൻ പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ. പലവിധമായ രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുന്ന പിതാവേ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. പൂർണ്ണമായ സൗഖ്യം നൽകി അവരങ്ങ് കാത്തു പരിപാലിച്ച് സംരക്ഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് നാഥ, ഈ ആരാധനയ്ക്ക് നേതൃത്വം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യുത നിങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനത്തിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുവാനും വചനപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ നാഥ, ഈ ലോകത്താകമാനം വ്യാപിച്ചിരിക്കുന്ന ഈ COVID-19 എന്ന മഹാമാരിയെ ഇത്രയും വേഗത്തിൽ അങ്ങ് പൂർണ്ണമായി തന്നെ കർത്താവേ നശിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷ നൽകണമേ, സംരക്ഷിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് കാത്തുകൊള്ളണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധന നാഥ ഒരു സുഗന്ധവാസ ബലി എന്ന പോലെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധനയുടനീളം അങ്ങനെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ നാഥ ചോദിച്ചാലും അധികമായി നന്മകളെ കൊണ്ടങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ വരവോളം അന്ത്യത്തോളം അനാഥ വിളക്കുകൾ ആസ്വദിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെയും ക്ഷമിക്കണമേ. പരീക്ഷയെടുത്ത ദുഷ്ടനെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഈ ആരാധനയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പോസിറ്റീവ് എന്ന പദത്തെ നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഉദാഹരണം HIV പോസിറ്റീവ്, കൊറോണ പോസിറ്റീവ് തുടങ്ങിയവ. തന്നിമിത്തം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും ജീവിതം ആശങ്കയുടെയും അനിശ്ചിത അവസ്ഥയുടെയും കരിനിഴലിൽ ആയിപ്പോവുകയും ചെയ്യുന്നു.
യുദ്ധങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ച, അപകടങ്ങൾ, സാമ്പത്തിക തകർച്ച, ജാതി വ്യവസ്ഥ, വർണ്ണ ബെറി, സൂക്ഷ്മ ജീവികളാലുള്ള മൃത്യു ഭീഷണി, ഇവയെല്ലാം നമ്മുടെ ശാരീരികമായ മാത്രമല്ല വ്യക്തിപരവും സാമൂഹികപരവും ദേശീയപരവുമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നാം അസമാധാനത്തിൻ്റെ ഇരകളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നഷ്ടപ്പെട്ട സമാധാനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നാം ആരംഭിക്കുന്നത്. വേദപുസ്തകത്തിൽ മുഴുവനും സമാധാനം എങ്ങനെ സംസ്ഥാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ കാണാനാവും. സമാധാനം എന്നതിന് ഉപയോഗിക്കുന്ന എബ്രായ പദമാണ് ഷാലോം. അർത്ഥം സമഗ്രമായ ക്ഷേമം, അഭിവൃദ്ധി എന്നൊക്കെയാണ്. ഭൗതിക സമൃദ്ധിയും സമാധാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കൊയ്ത്ത്, വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയവ സമാധാനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ്. പുതിയ നിയമത്തിൽ ഐറേന എന്ന പദമാണ് സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് സമാധാനം. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ സമാധാനം സമാധാനം എന്ന് വ്യാജമായി പറഞ്ഞിരുന്ന പ്രവാചകന്മാർ ഉണ്ടായിരുന്നതായി യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യത്തിലും എഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം 10-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ സമാധാനത്തിൻ്റെ ദൗത്യവാഹകരായി തീരുവാനാണ് ദൈവം ക്രിസ്തയേശുവിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ 3 വസ്തുതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ ഒന്നാമത്തേത് സമാധാനം യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിന്. സമാധാനം യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിന്. ഡിറ്ററൻസ് ആസ് എ മീൻസ് ഓഫ് പീസ്. മീഖാ പ്രവചനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യുദ്ധം മൂലമുള്ള ജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് മീഖാ പ്രവാചകൻ വിവരിക്കുന്നു. അതിലൂടെ രാജ്യത്തിൻ്റെ അകൃത്യം, അതിനെതിരായുള്ള ദൈവം അയക്കാൻ പോകുന്ന ന്യായവിധി, ശേഷിപ്പുകളുടെ ഉദ്ധാരണം എന്നിവ പ്രവാചകൻ പ്രസ്താവിക്കുന്നു. ഒരു കാർഷിക ദേശമായ മൊരേശത്ത് ഗത്തിൽ നിന്നുമുള്ള വ്യക്തിയായിട്ടുണ്ടാകണം മീഖാ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അന്തർദേശീയ സമാധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം തുടർന്നുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. യഹോവയുടെ ആലയത്തിലേക്ക്, അതായത് യെരുശലേമിലേക്കുള്ള പ്രവേശനം വിജാതികർക്ക് പോലും സമാധാനം പ്രാപിക്കുവാൻ കാരണമാകുന്നു. അവിടെ പ്രത്യാശയുണ്ട്. ദുർബലർക്ക് പോലും പ്രതീക്ഷയുണ്ട്. മുടന്തി നടക്കുന്നവർക്കും യുദ്ധത്താൽ ചിതറപ്പെട്ടവർക്കും ഒരു ദേശമായി മാറാനാകും എന്നുള്ള വാഗ്ദാനവും അതിലൂടെ നൽകപ്പെടുന്നു. തുടർന്ന് യുദ്ധത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വിവരിക്കുന്നു. തൽഫലമായി എല്ലാവർക്കും നിർഭയരായി സമാധാനത്തോടെ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ തണലിലും അത്തിവൃക്ഷത്തിന് കീഴിലും കഴിയാൻ സാധിക്കും എന്ന് പ്രവാചകൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും മാറ്റുന്നത് കാർഷിക ആവശ്യത്തിനാണ്. അതായത് യുദ്ധോപകരണങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് സമാധാനത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. അതിലൂടെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാം. രണ്ടാമത്, നിരായുധീകരണം സമാധാന പാലനത്തിന്. നിരായുധീകരണം സമാധാന പാലനത്തിന്. ഡിസാർമമെന്റ് ഫോർ ദ സസ്റ്റനൻസ് ഓഫ് പീസ്. യുദ്ധോപകരണങ്ങളുടെ രൂപാന്തരം മനുഷ്യന്റെ മനസ്സുകളിൽ വന്ന രൂപാന്തരത്തിന്റെ ഫലമാണ്. സങ്കീർത്തനം 46-ാം സങ്കീർത്തനത്തിൽ
9-ാം വാക്യത്തിൽ അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് വിവരിക്കുന്നു. ഹിംസാത്മകമായ ഉപകരണങ്ങൾ നശിക്കുമ്പോൾ സമാധാന പാലനമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ലോക ചരിത്രം യുദ്ധങ്ങളുടെയും പടയോട്ടത്തിൻ്റെയും കൂട്ടക്കൊലകളുടെയും തന്ത്രപരമായ ഒരു ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രം ഒരു ഓർമ്മയായി മാറണമെന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് ശാരീരികമായ മുറിവുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾക്ക് ഇന്ന് മാറ്റം വരികയും ആധുനിക സാങ്കേതിക വിദ്യയുടെ അകമ്പടികളോടുകൂടെ ആണവായുധങ്ങളും മറ്റ് ജൈവായുധങ്ങളും മനുഷ്യനെ ഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം മനസ്സിലാക്കുന്നത്. അതിലൂടെ ഒരു ദേശത്തെ, ഒരു രാഷ്ട്രത്തെ, ലോക രാജ്യങ്ങളെ മൊത്തത്തിൽ തന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കുന്നു. മാത്രമല്ല, കൂട്ടിവച്ചിരിക്കുന്ന ആയുധം സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തന്നിമിത്തം ദരിദ്രർ, നിരാലംബർ തുടങ്ങിയവരുടെ അവസ്ഥ ഏറെ പരിതാപമാകുന്നു എന്നത് വ്യക്തമാണ്. ഇത് മാറണമെങ്കിൽ ആയുധങ്ങളുടെ നിശബ്ദീകരണം മാത്രമല്ല, നിരായുധവൽക്കരണമാണ് ആവശ്യമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുകയാണ്. അതിലൂടെ മാത്രമേ ജനത്തിന് സമാധാനവും സന്തോഷവും കൈവരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്, പ്രതിസന്ധികളുടെ മധ്യയുള്ള സമാധാനവും സന്തോഷവും. പ്രതിസന്ധികളുടെ മധ്യയുള്ള സമാധാനവും സന്തോഷവും. ഡിലൈറ്റ് ആൻഡ് പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രയൽസ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കഷ്ടതയുടെ മധ്യേ സമാധാനം, സന്തോഷം സുസ്ഥിരമാകണമെങ്കിൽ കർത്താവിലുള്ള ആശ്രയത്വം കൂടിയേ തീരൂ എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നു. അതിലൂടെ മാത്രമേ നമുക്ക് സന്തോഷം കരസ്ഥമാക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കാം. ആ സന്തോഷം എപ്പോഴും സർഗാത്മകമായിരിക്കും. കർത്താവിലുള്ള സന്തോഷം, അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് തൻ്റെ 2ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയ സഭയ്ക്ക് സ്ഥാപനം നടത്തുമ്പോഴും തുടർന്ന് ലേഖനം എഴുതുമ്പോഴും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പേ കാഴ്ചവെക്കുന്നത്. ഇതിൽ ഒന്നിനെക്കുറിച്ചും നാം വിചാരപ്പെടാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. എല്ലാം ദൈവം അതിന്റെ സമയത്ത് നമുക്ക് ഒരുക്കി തരുമെന്ന് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. അപ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കുന്നത്. ഈ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ പട്ടണത്തിന്റെ പശ്ചാത്തലം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിസ്മരിക്കുന്നില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 ഒരു സുപ്രസിദ്ധമായ യുദ്ധം നടത്തി പിടിച്ചടക്കുകയും പ്രസ്തുത പട്ടണത്തിന് ഫിലിപ്പിയ എന്ന് പേരിടുകയും ചെയ്തു. മാത്രമല്ല, ചരിത്രത്തിൽ മറ്റൊരു സംഭവം കൂടെ ഈ നഗരത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. ജൂലിയസ് സീസറിന്റെ ഘാതകനായ ബ്രൂട്ടസിനെ BC 4 മാർക്ക് ആന്റണി വധിച്ച പട്ടണം എന്ന പേരുകൂടെ ഈ പട്ടണത്തിന് ഉണ്ട്. അങ്ങനെ യുദ്ധാനന്തരം സൈനികർക്ക് റോമൻ പൗരത്വം നൽകി ഈ പട്ടണത്തിൽ അവർ പാർപ്പിച്ചു. അതായത് റോമൻ സംസ്കാരവും അധീശത്വവും നിലനിൽക്കെ തന്നെ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനം, വിരുദ്ധ വികാരം, പൗലോസിന് പോലും ഏൽക്കേണ്ടി വന്ന കഷ്ടതകൾ, തടവ് തുടങ്ങിയവയിലൂടെ പൗലോസിന് ലഭിച്ച സന്തോഷവും സമാധാനവുമാണ് മനസ്സിൽ. അതാണ് അഭിവൃദ്ധിയിലേക്ക് കുതിക്കുവാനുള്ള ഊർജം അവർക്ക് നൽകുന്നത്. അവസാനമായി, സമാധാന സുസ്ഥിരതയ്ക്കായുള്ള സകലരുടെയും അഭിവൃദ്ധി. ഡെവലപ്മെന്റ് ഓഫ് ഓൾ ഫോർ ദ പെർമനൻസ് ഓഫ് പീസ്. സമാധാന സുസ്ഥിരതയ്ക്കായുള്ള അഭിവൃദ്ധി. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. സകലരുടെയും അഭിവൃദ്ധി സാധ്യമാകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ സാക്ഷാത്കാരത്തിലൂടെയാണ്.
ഉയർത്ത കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മാർഗമധ്യേ പ്രത്യക്ഷനാകുകയും അതിനാൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഈ വസ്തുത 11 ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവർക്ക് സമാധാനം ആശംസിക്കുന്നു. അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ഭൂതമാണെന്നുള്ള തോന്നൽ പോലും ശിഷ്യന്മാർക്ക് ഉണ്ടായി. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ അവർക്ക് മുമ്പിൽ വന്നത് ഒരു ഓൺ സ്ക്രീൻ അഥവാ വിർച്വൽ യേശുവല്ല, ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ റിയൽ യേശുവാണ് തങ്ങളുടെ മധ്യ നിൽക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. മാത്രമല്ല അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഖണ്ഡം വറുത്ത മീനും തേനും എന്ന സമീകൃത ആഹാരം അവർക്ക് കൊടുക്കുകയും അവർ കാണുകയും തന്നെ യേശു ഭക്ഷിക്കുകയും ചെയ്തത്. ഇന്നത്തെ ക്രൈസ്തവ ലോകം അറിയാൻ ആഗ്രഹിക്കുന്നത് ആർഭാടങ്ങളുടെ യേശുവിനെയാണ്, ദ ജീസസ് ഓഫ് നോൺ എസെൻഷ്യൽസ്. എന്നാൽ ചരിത്രത്തിലെ യേശു ആവശ്യങ്ങളുടെ യേശുവാണ്, ദ ജീസസ് ഓഫ് എസെൻഷ്യൽസ്. പ്രത്യേകിച്ചും ഇന്നത്തെ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇത് തീർത്തും ചിന്തനീയമാണ്. അതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന യേശുവിനെ നാം ആഗ്രഹിക്കുന്നതാണ് ക്രൈസ്തവ വീക്ഷണം. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് നാം പറയുന്നുവെങ്കിലും അതിനോടൊപ്പം മറ്റു ചില വസ്തുതകൾ കൂടെ കൂട്ടിച്ചേർക്കണമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, വിവര സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ഫാർമക്കോളജി തുടങ്ങിയ വിമർശനാത്മക സാങ്കേതിക വിദ്യ, അവസാനമായി ദൈവവിശ്വാസം എന്നിവയാണ്. അതാണ് സകലരുടെയും അഭിവൃദ്ധിക്കും സമാധാനത്തിനും കാരണമാകുന്നത്. കർത്താവിൻ പ്രിയരെ, സമാധാന സംസ്ഥാപനത്തിന് തടസ്സമായ വിവിധമായ വെല്ലുവിളികളുടെ മധ്യയാണ് നാം ജീവിക്കുന്നത്. സമാധാന സംസ്ഥാപനം ഗവൺമെന്റിന്റെ മാത്രം ആവശ്യമാണെന്ന് നാം കരുതരുത്. പ്രത്യുത അത് നമ്മിൽ നിന്ന് തന്നെ ആരംഭിക്കണം. തുടർന്ന് കുടുംബം, സഭ, സമൂഹം, രാഷ്ട്രം എന്നിവിടങ്ങളിലേക്ക് വിന്യസിപ്പിക്കേണ്ടതാണ് സമാധാനം. അതാണ് ക്രിസ്തീയ ദൗത്യം. അതുതന്നെയാണ് യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള മാർഗം. നിരായുധീകരണത്തിനും നയിക്കുന്നത് ഇത് തന്നെയാണ്. അതിലൂടെ സകലർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ആനന്ദം അനുഭവിക്കുവാനും സാധിക്കുകയും ചെയ്യും. അതിനാൽ ദൗത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ ഉയർത്ത കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഉയർത്ത കർത്താവിലൂടെ സമാധാനം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദി. സമാധാനം ഞങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്നും ആ സമാധാനത്തിൻ്റെ വാഹകരായി നാം മാറണമെന്നും വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചു വരും. യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിനും നിരായുധീകരണത്തിനും സകലരുടെയും അഭിവൃദ്ധിക്കും അതിലൂടെയുള്ള സന്തോഷത്തിനും സമാധാനം കാരണമാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു വരും. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രിമാരാണ് എന്നുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ പിരിയാത്ത ബന്ധുവായി കൂടെ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലൂടെ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. ഇങ്ങനെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ.